നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും, അതിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായ മത്സരം നടക്കുന്നു. സാന്നിധ്യം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും വലിയ തോതിൽ രംഗത്തുണ്ട്. കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, ബി ജെ പിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, ജെ പി നദ്ദ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. എന്തായിരിക്കും ഡൽഹിയിലെ ജനം വിധിയെഴുതാൻ പോകുന്നത്? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അവരെ സ്വാധീനിക്കാൻ പോകുന്നത്? ഏറ്റവും അവസാനം ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആദായ നികുതി പരിധിയിലെ ഇളവ്, അത് 7 ലക്ഷമായിരുന്നത് 12 ലക്ഷത്തിലേക്ക് മാറ്റിയത് ഏത് തരത്തിലാണ് ഡൽഹിയിലെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ പോകുന്നത്? അതിന് തൊട്ടു മുമ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിനുള്ള കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഏതെങ്കിലും തരത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അതോ ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ സ്കീമുകൾ തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിനെ ഇക്കുറിയും നിർണ്ണയിക്കാൻ പോകുന്നത്? കോൺഗ്രസിൻ്റെ തങ്ങളുടെ സാന്നിധ്യം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഏത് വിധത്തിലാണ് ബാധിക്കുക? ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. നമുക്കൊപ്പം ഉള്ളത് 2 മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, സന്തോഷ് കോശി ജോയും വെങ്കടേഷ് രാമകൃഷ്ണനും. സ്വാഗതം രണ്ടുപേർക്കും. ഞാൻ ആദ്യം സന്തോഷിലേക്ക്. സന്തോഷ്, ഈ അവസാന നിമിഷമാകുമ്പോൾ എന്താണ് ഡൽഹിയുടെ ഒരു പൾസ്? ഈ നമ്മൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയാനുണ്ടോ? അതോ നേരത്തെ നമ്മൾ കേട്ടിരുന്നത് പോലെ ആം ആദ്മി പാർട്ടി ഒരു എഡ്ജ് ഇപ്പോഴും നിലനിർത്തുന്നു എന്നാണോ? ഒരു കൗതുകരമായ കാര്യം കൂടെ ഞാൻ പറയാം. ബെറ്റിംഗ് സൈറ്റുകളിൽ നേരത്തെ ആം ആദ്മി പാർട്ടിക്ക് 37-39 എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 38-42 എന്ന് ബെറ്റിംഗ് സൈറ്റുകളിൽ പറയുന്നുണ്ട്. ബേസിക്കലി ഒരു നെക്ക് ടു നെക്ക് ഫ്ലൈറ്റ് എന്നത് ബി ജെ പിയുടെ വൃത്തങ്ങൾ, ബി ജെ പിയുടെ സോഴ്സസ് പോലും നെക്ക് ടു നെക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാളിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ അഡ്വാൻറ്റേജിനെ നലിഫൈ ചെയ്യാൻ തക്ക പല കാര്യങ്ങൾ ബി ജെ പിക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ട്. കാരണം ബൂത്ത് ലെവൽ ഓപ്പറേഷൻസ്, പാർട്ടിസിപ്പേറ്റീവ് ഓൺ ദ ഫീൽഡ് വർക്കേഴ്സ്, ഡൽഹിയിൽ പല രാജ്യങ്ങളിൽ നിന്ന് വർക്കേഴ്സ്, കേരളത്തിൽ നിന്ന് പോലും വർക്കേഴ്സിനെ ഡൽഹിയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിമാരെല്ലാം, ബി ജെ പി മുഖ്യമന്ത്രിമാർ മിക്കവാറും എല്ലാവരും ഡൽഹിയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ പവർ ബി ജെ പിക്കാണ് ഉള്ളതെന്നുള്ള കാര്യം സംശയമില്ല. അത് ഓൺലൈൻ മീഡിയ ആയാലും, കൺവെൻഷണൽ സ്പേസസ് ഓൺ ബോർഡ് ആയാലും, നമ്മുടെ കൺവെൻഷണൽ പബ്ലിസിറ്റി ആയാലും, എല്ലാ കാര്യത്തിലും ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല, ഇത് ബി ജെ പി ഒരു ഈഗോ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് കാണുന്നത് ഡൽഹി ഇലക്ഷനിൽ. അത് നരേന്ദ്രമോദിക്ക് ഈ നാട്ടിൽ, ഈ ദേശത്ത് എല്ലായിടത്തും പോയി ജയിക്കാം, പക്ഷെ ഡൽഹിയിൽ മാത്രം ജയിക്കാൻ പറ്റുന്നില്ലെന്നൊരു കാര്യം, അതൊരു ഈഗോ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ബി ജെ പി കാണുന്നത്. അതേസമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഇസ് എ ഷ്രൂഡ് മൈൻഡ്. അരവിന്ദ് കെജ്രിവാൾ ഈ ഇലക്ഷനെ 2014 നരേന്ദ്രമോദി ചെയ്തതുപോലെ ഈ ഇലക്ഷനെ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ അല്ലാതെ ഇതൊരു റെഫറൻഡം ആക്കി മാറ്റുന്നുള്ള ഒരു കാര്യം സംശയമില്ല. അരവിന്ദ് കെജ്രിവാള് ജയിലിൽ നിന്ന് വന്ന ഉടനെ പറഞ്ഞ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ, ഞാൻ റിസൈൻ ചെയ്യുന്നു, വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്നെ ഡൽഹിയിലെ ജനത ജയിപ്പിച്ചാൽ ഞാൻ ഐ ആം ബ്ലെയിംലെസ്, ഐ have not done anything. പക്ഷെ അതേസമയത്ത് ഞാൻ തോറ്റാൽ ഐ ആം കറപ്റ്റ്, ഐ വിൽ ഗോ ബാക്ക് ടു ജയിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പേഴ്സണൽ ഒരു റെഫറൻഡം ആക്കി മാറ്റി ആണ് ആൾക്കാരോട് കാണുന്നത്. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ പേഴ്സണലി കാഡറിനോടെയും ക്ലോസ് ലീഡേഴ്സിനോടെയും സംസാരിക്കുന്ന കാര്യമാണ്. ഇത് എൻ്റെ എക്സിസ്റ്റൻഷ്യൽ, എൻ്റെ പേഴ്സണൽ വർക്കിന് വേണ്ടിയുള്ള റെഫറൻഡമാണ്. ഇത് നമ്മളൊരു വെറും ഒരു പൊളിറ്റിക്കൽ ഒരു അസംബ്ലി ഇലക്ഷൻ ആയിട്ട് നമ്മൾ കാണല്ലെന്നൊരു കാര്യം. പക്ഷെ ഈ മൊത്തം കാര്യത്തിനകത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക്, ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കിട്ടുവോ ജയിക്കുവോ ഇല്ലയോ എന്ന് നമുക്ക് 8-ാം തീയതി അറിയാം. പക്ഷെ ഒരു വിജയം അരവിന്ദ് കെജ്രിവാളിന് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാല്, ക്യാമ്പയിൻ സമയത്ത് ഉള്ളതെന്ന് പറഞ്ഞാല്, അരവിന്ദ് കെജ്രിവാളിന്റെ സ്ട്രെങ്ത് പോപ്പുലിസമാണ്. ആ ഒരു ഇലക്ഷനിയറിംഗിൽ പോപ്പുലിസം പ്രോമിസ് അത് എല്ലാ പാർട്ടികളും ഏറ്റെടുത്ത് മത്സരിച്ച് പ്രോമിസസ് ചെയ്തേക്കുവാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ വഴി എല്ലാവരും ഏറ്റെടുത്ത്, അതോടുകൂടി ചിലര് സ്ത്രീകൾക്ക് അരവിന്ദ് കെജ്രിവാൾ 2100 rupees എല്ലാ മാസം പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കോൺഗ്രസും ബി ജെ പി പറയുന്നത് 2500 ഈച്ച് ഞങ്ങൾ പെൻഷൻ കൊടുക്കാം.
കോൺഗ്രസിന് പിന്നെ ആൾക്കാര് തമാശയിൽ പറയുന്നത് എന്തോ വേണമെങ്കിലും പറയാം, കാരണം എന്തായാലും ഡൽഹി ജയിക്കത്തുന്ന അവർക്ക് അറിയാം, അപ്പം എത്ര പൈസ വേണമെങ്കിലും പ്രോമിസ് ചെയ്യാം. ബി ജെ പിയെ പറ്റി ഗ്രൗണ്ട് ലെവൽ ഞാനൊരു 10-12 കോൺസ്റ്റിറ്റ്യുവൻസീസ് എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ ബി ജെ പിയെ പറ്റി ഇപ്പോഴും ഉള്ളൊരു ശങ്ക എന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രോമിസ് ചെയ്യുന്നത് പല ക്ലെവർ പ്രോമിസസ് ആണ് ചെയ്യുന്നത്. ഡൽഹിക്ക് പല ഉദാഹരണങ്ങൾ ഡൽഹിക്കുണ്ട്. വിജയ് ഗോയൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാൾ 200 യൂണിറ്റ് ഫ്രീ ആണെന്ന് പറയപ്പം വിജയ് ഗോയൽ പറഞ്ഞു ഞങ്ങളും ഇലക്ട്രിസിറ്റി ഫ്രീ കൊടുക്കും. അപ്പം ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ വിജയ് ഗോയലിനോട് ചോദിച്ചു നിങ്ങൾ എത്ര യൂണിറ്റ് ആണ് ഇലക്ട്രിസിറ്റി ഫ്രീ കൊടുക്കുന്നത്. അപ്പൊ വിജയ് ഗോയൽ പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രിസിറ്റി കൊടുക്കത്തില്ല, ഞങ്ങൾ LED ലൈറ്റ്സ് ഫ്രീ കൊടുക്കും. അപ്പൊ LED ലൈറ്റ് കാരണം ഇലക്ട്രിസിറ്റി ബില്ല് കുറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് എല്ലാ പ്രോമിസുകളിലും ഒരു ടാക്ടിക് ഉണ്ടെന്നുള്ളൊരു കാര്യം ജനതയ്ക്ക് അറിയാം. പിന്നെ ഈ മിഡിൽ ക്ലാസ് പ്രോമിസസ് ബജറ്റിനകത്ത് 12 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ടാക്സ് ഫ്രീ ആണെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കാഡേഴ്സ് പബ്ലിസൈഡ് ചെയ്യുന്നത് ഇപ്പം ഈ 12 ലക്ഷം വരെയുള്ള ഫ്രീ അല്ല, അതിനകത്ത് പല ഡിസ്കൗണ്ട്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് ഓൾ കാൽക്കുലേഷൻ, ഇറ്റ്സ് ഓൾ സ്മാർട്ട് കാൽക്കുലേഷൻസ് ആൻഡ് PR വർക്ക്. അപ്പം മോദിയുടെ വർക്ക് എല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നുള്ളൊരു കാര്യമാണ് ആം ആദ്മി പാർട്ടി കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പല സ്ട്രെങ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് വെങ്കടേഷ് ഈസ് ഓൺ ദ പാനൽ, ഹി വുഡ് ബി ഏബിൾ ടു ടെൽ us മോർ. പക്ഷേ റൂറൽ സ്ട്രെങ്ത് ഇസ് സംതിങ് വിച്ച് ഐ വിൽ ലൈക്ക് ടു ടോക്ക് അബൌട്ട് മോർ maybe as the discussion proceeds. റൈറ്റ്. വെങ്കടേഷ്, ഇപ്പോൾ സന്തോഷ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പോൾ ഈ അവസാന നിമിഷം ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയൊരു ഹൈപ്പുണ്ട്, മീഡിയാസ് ഉണ്ടാക്കിയ ഹൈപ്പുണ്ട്. ഏതാണ്ട് ബജറ്റ് മുഴുവൻ അതിലേക്ക് ഫോക്കസ് ചെയ്തു എന്നൊരു തോതിലാണ് അത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതൊന്ന്. അതിന് തൊട്ടു മുമ്പാണ് ഈ കേന്ദ്ര ജീവനക്കാർക്കുള്ള ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇത് രണ്ടും ഡൽഹിയെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ ഇടയുള്ള ഘടകങ്ങളാണല്ലോ. എന്താണെങ്കിലും സാലറീഡ് ക്ലാസ് കൂടുതലുള്ള സ്ഥലമാണ്, കേന്ദ്ര ജീവനക്കാർ കൂടുതലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇത് സ്വാധീനിക്കാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ 54% വോട്ടാണ് AAPക്ക് ഉണ്ടായിരുന്നത്, 39% BJPക്ക് ഉണ്ടായത്, 15% വിടവുണ്ടായിരുന്നു. ഇത് പക്ഷേ നികത്തിയെടുക്കാൻ ഈ 2 പ്രഖ്യാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതുണ്ടാക്കുന്ന ഹൈപ്പിലൂടെ BJPക്ക് സാധിക്കുമോ? അതിനെ ഈ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് അതിനെ പ്രതിരോധിക്കുക AAPക്ക് അത്ര എളുപ്പമാണോ? അല്ലേ, വോട്ടിംഗ് ശതമാനം BJPയുടെ വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ആയിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മധ്യവർഗം കൂടുതലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ, പ്രത്യേകിച്ച് ഇപ്പം അരവിന്ദ് കെജ്രിവാൾ അടക്കം മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി, മനീഷ് സിസോദിയ മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി, ആതിഷി മത്സരിക്കുന്ന മണ്ഡലം, ഇവിടെ എല്ലാം ഒരു മധ്യവർഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമുള്ള, ബാഹുല്യമല്ല, സാന്നിധ്യം, നിർണായകമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ എല്ലാം ഇത് തീർച്ചയായും ബാധിക്കും. പക്ഷേ ഈ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതായിരിക്കില്ല. BJP ഈ ബൂത്ത് വൈസായിട്ട് ഓരോ ബൂത്തിനെയും ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് പ്രോസസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ എതിരാളികളായി മാറാൻ സാധ്യതയുള്ള വോട്ടർമാരുടെ വോട്ട് വലിയ തോതിൽ തള്ളിക്കുക. പിന്നെ അതോടൊപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് വർധന എന്ന് വെച്ചാൽ 5 മാസം കൊണ്ടുണ്ടായിട്ടുള്ള വോട്ട് വർധന അത്ഭുതകരമായ വോട്ട് വർധനയാണ്. അതായത് ഈ 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് വർധനയുടെ തോതെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ എത്രയോ 10 മടങ്ങാണ് മഹാരാഷ്ട്രയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് വർധന. ഡൽഹിയിൽ അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടം കാണുന്നില്ലെങ്കിലും ഈ വോട്ട് തള്ളിക്കുക എന്നുള്ള സംഭവം വളരെ വ്യാപകമായി എല്ലാ മണ്ഡലത്തിലും മിക്കവാറും എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഘടകം. അപ്പൊ BJPയുടെ വോട്ട് വർദ്ധിക്കുന്നതായിട്ട് യാതൊരു സംശയമില്ല. വർദ്ധിക്കാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈ 2 പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രമല്ല, ആ 2 പ്രഖ്യാപനങ്ങളും കുറച്ചുകൂടെ ആക്കം കൂട്ടും എന്നത് മാത്രം. അതും പ്രത്യേകിച്ചും മധ്യവർഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ. ഇപ്പൊ സന്തോഷ് അവസാനിപ്പിക്കുമ്പോൾ സന്തോഷ് പറഞ്ഞത് ഈ റൂറൽ ഏരിയാസ്, അതായത് ഡൽഹി എന്ന് പറയുന്ന തലസ്ഥാനം
അതിലെ ഈ ഗ്രാമീണ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഉള്ള അരവിന്ദ് കെജ്രിവാളിന്റെ സ്വാധീനത്തെ പറ്റി ജോയ് സംസാരിക്കുന്നു. ഇത് കൂടാതെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആദ്യമായിട്ട് നിർണായക സ്വാധീനമുണ്ടാക്കിയ ഷീലാ ദീക്ഷിതിനെ ആദ്യം തോൽപ്പിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് മുതൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇലക്ഷൻ തോറ്റതിന് ശേഷം ഷീലാ ദീക്ഷിത് എന്നോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞാൽ അവരുടെ മുഖ്യമന്ത്രിയുടെ വസതിയുടെ പിറകിൽ ഒരു ഒരു ചേരി ഉണ്ടായിരുന്നു. 250 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചേരി ഉണ്ടായിരുന്നു. ആ ചേരി, അങ്ങനെ ഒരു ചേരി അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും മുഖ്യമന്ത്രിയായ എനിക്കറിയില്ലായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു സപ്പോർട്ട് ബേസ് ഈ തരത്തിലുള്ള സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണാത്ത, അവര് പ്രവർത്തനം നടത്താത്ത ഒരു പുതിയ സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു എന്ന് ഷീലാ ദീക്ഷിത് തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ആ മണ്ഡലം സവിശേഷമായിട്ടുണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ചും ഇത് സാധാരണഗതിയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ വഴികളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരത്തിലുള്ള ചേരി നിവാസികൾ, ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ഡൽഹി എന്ന് പറഞ്ഞ നഗരമൊക്കെ ഈ അർബൻ പോവർട്ടിയുടെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ മിനിമം വേജ് ഒന്നും നടപ്പാക്കാറില്ല. ഇവിടെ 18,000 ഉറുപ്പ്യ ശമ്പളം പിന്നെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആൾക്ക് കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിമാർ കൊടുക്കുന്നത് 10,000 ഉറുപ്പ്യ 12,000 ഉറുപ്പ്യ മാത്രമാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നു. പക്ഷെ അതൊരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ മാറ്റുന്നതിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബേസ് ഇപ്പോഴും നിൽക്കുന്നു. തീർച്ചയായും ജോയ് അതിൽ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. ജോയ്ക്ക് കുറെ കൂടെ അതിൽ വെളിച്ചം വീശാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. സന്തോഷ്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പല അനാലിസിസും നമ്മൾ വായിക്കുമ്പോൾ ഈ പറയുന്ന ചേരി നിവാസികളായ മനുഷ്യന്മാർ ഇതുവരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഭരണ നേതൃത്വമോ രാഷ്ട്രീയ നേതൃത്വമോ ഒന്നും അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരു വിഭാഗത്തെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ഒരു പുതിയ പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോക്കറ്റ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വളരെ ഭദ്രമായി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ മോഹല്ല ക്ലിനിക്കുകളാണെങ്കിലും ഫ്രീ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഫ്രീ ജലവിതരണമാണെങ്കിലും ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പോക്കറ്റുകളെ അദ്ദേഹത്തിന്, ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിലനിർത്താൻ സാധിച്ചത്. അതിപ്പോഴും അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ഇതേ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തിയാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ എന്ന് BJP തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ. അവരുടെ പ്രവർത്തനം താഴെത്തട്ടിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് പോലും പല അനാലിസിസും വായിക്കുമ്പോൾ 33 മണ്ഡലങ്ങളുണ്ട് ചേരി നിവാസികളുടെ വോട്ട് നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള 33 മണ്ഡലങ്ങൾ ഡൽഹിയിലുണ്ട്. ബാക്കി 17 മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് വേണമെങ്കിൽ ജയത്തെ നിർണ്ണയിക്കാം എന്ന് ഉള്ള 17 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ നോക്കിയാൽ 33, 17, 50 മണ്ഡലങ്ങളിൽ ഇവരുടെ വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ BJP. ഡൽഹിയിലെ രാജീവ്, ഡൽഹിയിൽ 12 മണ്ഡലങ്ങൾ മുസ്ലിം വോട്ട്സ് ആണ് നിർണായക ഘടകം. അപ്പൊ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ്, 2 പേർക്കും നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ഉള്ളത്, അത് ആം ആദ്മി പാർട്ടിയെ നല്ലോണം ബാധിക്കുമെന്നാണ് അവർക്കുള്ള കാൽക്കുലേഷൻ. പക്ഷേ ഈ 12 സീറ്റുകളിൽ BJP ക്യാമ്പയിൻ പോലും ചെയ്യുന്നില്ല, നമ്മൾ കണ്ട കാര്യമാണ്. അതേ സമയത്ത് ബാക്കി ഈ 58 മണ്ഡലങ്ങളിലും ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പല സ്ട്രാറ്റജിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരമാണ്, അവര് ഈ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ട്രോങ് കാൻഡിഡേറ്റ് ഉള്ള സീറ്റ്സിനെ നോൺ ആം ആദ്മി പാർട്ടി, നോൺ ആപ്പ് വോട്ട്സിന് ഡിവിഷൻ ആയിട്ടാണ് കാണുന്നത്. അത് ന്യൂഡൽഹി മണ്ഡലം അവരുടെ ഒരു കോപ്പി ടെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. അവർ പറയുന്നത് പർവേഷ് വർമ്മയുടെയും സന്ദീപ് ദീക്ഷിത്തിന്റെയും വോട്ടുകൾ അത് അവർ പരസ്പരമാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഇൻടാക്ട് ആണെന്നാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ. അത് നമുക്ക് 8-ാം തീയതി കാണാം.
8-ാം തീയതിത്തെ ഇലക്ഷന്റെ റിസൾട്ട് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി തോറ്റേക്കാം, ഒരുപക്ഷെ BJPക്ക് ഇലക്ഷൻ മാനേജ്മെന്റും വെങ്കി പറഞ്ഞതുപോലെ മൈക്രോ മാനേജ്മെന്റിന്റെ സ്ട്രെങ്തിൽ ഒരുപക്ഷെ ഡൽഹി ജയിച്ചേക്കാം. പക്ഷെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റൈൽ ഓഫ് പോളിറ്റിക്സ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പോളിറ്റിക്സ് ആണ്. വെങ്കടേഷ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ബയോഗ്രാഫർ കൂടെ ആണ്. അപ്പം പുള്ളിക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആസ് എ ആക്ടിവിസ്റ്റ്, ഈ ഷീല ദീക്ഷിത്തിന്റെ വീടിന്റെ പുറയിലുള്ള ആ ക്ലസ്റ്ററിനെ പറ്റി പറഞ്ഞപ്പോഴും, ഈ ക്ലസ്റ്ററിൽ ആസ് എൻ RTI ആക്ടിവിസ്റ്റ് പുള്ളി വാടകയ്ക്ക് ഒരു ജുഗ്ഗി എടുത്ത് താമസിച്ച ആളാ. പുള്ളി 2-3 മാസം അവിടെ ഈ ആൾക്കാരുടെ ഇടയിൽ താമസിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, നമ്മുടെ സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ പോകുന്ന വഴിയിൽ തന്നെ ഞാൻ പോയി അന്വേഷിച്ച് ഈ കോണ്ടാക്ട്സ് ഒക്കെ അരവിന്ദിന്റെ ഇപ്പോഴും ഉണ്ടോ, അവരെങ്ങനെ ഇതിന്റെ മുതലെടുക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാള് ഡൽഹിയിലെ 60+ ആൾക്കാരെ അയോധ്യയിൽ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഈ അയോധ്യയെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? ഈ ചേരികളിലെ ഒരു ലീഡേഴ്സ് ഉണ്ട്, ആ ലീഡേഴ്സ് തരുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ആൾക്കാരെ അയോധ്യയെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹിന്ദു റാഡിക്കലിസമും ഹിന്ദു പോളിറ്റിക്സ് ഒക്കെ BJPയുടെ ആന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്. ഇത് അതിൽ വലിയ ഹിന്ദു പോളിറ്റിക്സ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ കളിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം റൂറൽ പോക്കറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഡൽഹിയിലെ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണ് ഒരു ലാൽ ഡോറ എന്ന് പറഞ്ഞാല് ഈ ഡൽഹി ഒരു വില്ലേജുകളുടെ ക്ലസ്റ്റർ ആണ്. ഈ അർബൻ ഡൽഹി അല്ലായിരുന്നു. അർബൻ ഡൽഹി എന്ന് പറഞ്ഞാൽ ഈ വില്ലേജുകളുടെ ക്ലസ്റ്ററിന്റെ ഇടയ്ക്ക് മുഗൾ സമയം തൊട്ട് ഓരോ ഷാജഹാനാബാദും സിരി ഫോർട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ബാക്കിയെല്ലാം വില്ലേജസ് ആണ്. ഈ വില്ലേജസിനെ ബ്രിട്ടീഷേഴ്സ് ഡിഫൈൻ ചെയ്തത് ലാൽ ഡോറ അവരുടെ മാപ്പിനകത്ത് ഒരു റെഡ് മാർക്ക് ഇട്ടിട്ടാണ്. ഈ റെഡ് മാർക്ക് ഉള്ളവർക്ക് എല്ലാം ഒരു സ്പെഷ്യൽ ടാക്സ് കൊടുക്കണമായിരുന്നു, ചൂള ടാക്സ് എന്ന് പറഞ്ഞ്. ആ ചൂള ടാക്സ് കൊടുത്തവരെല്ലാവരും വില്ലേജേഴ്സ് ആണെന്നാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ഡൽഹിയിൽ പഞ്ചായത്ത് ഇല്ല, പക്ഷെ എന്നാലും നോൺ ഫോർമൽ ആയിട്ട് അവർക്ക് ഇന്നും പഞ്ചായത്ത് ഉണ്ട്, പ്രധാനുകളുണ്ട്. ഈ ചൂല ടാക്സിന്റെ റിസീപ്റ്റുകളൊക്കെ ഈ വീട്ടുകാർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വില്ലേജുകളിൽ അരവിന്ദ് കെജ്രിവാളിന് ഓരോ പ്രധാനന്മാരുമായിട്ട് ഓരോ ലിങ്ക്സ് ഉണ്ട്. ഈ വില്ലേജസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ അർബൻ ഡൽഹി ഈ മൈഗ്രന്റ് ആൾക്കാർ, അത് മൈഗ്രന്റ് ആൾക്കാർ ഞാൻ പറയുമ്പോൾ നോട്ട് ദ മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ്, അവര് ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് താമസിക്കുന്നു ഡൽഹിയിൽ. പക്ഷെ മൈഗ്രന്റ് ബിസിനസ് പീപ്പിൾ അവർ ഈ വില്ലേജുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അവർക്ക് ഡൽഹിയിൽ ഒരു അപ്പർ ഹാൻഡ് സൃഷ്ടിച്ചു വരുന്നു. അത് BJP റൂളിൽ കഴിഞ്ഞ കുറെ വർഷം കൊണ്ട് ആയി വന്നിരിക്കുന്നുള്ള ഒരു ഭാവം ഈ റൂറൽ സെറ്റിംഗ്സിലുണ്ട്. അവരിൽ നിന്ന് പല ആൾക്കാരും BJPയിൽ പോയ പല ലീഡേഴ്സ് ഈ പ്രാവശ്യം ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിനകത്ത് മത്സരിക്കുന്നു. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്ന ഫോർമർ കോൺഗ്രസും BJP ലീഡേഴ്സാണ്. അത് നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ റൂറൽ പോക്കറ്റ്സിനകത്ത് അരവിന്ദിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ സമയത്ത് ട്രേഡിംഗ് ക്ലാസ്, അത് ലാജ്പത് നഗർ ആയാലും ചാന്ദ്നി ചോക്കിൽ ട്രേഡിംഗ് ക്ലാസ് അവര് ഫുൾ സപ്പോർട്ടായിട്ട് BJPയുടെ കൂടെ നിൽക്കുന്നു. കാരണം അവർ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ജയിപ്പിച്ചിട്ടും കാര്യമില്ല, കാരണം നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും റിഫോംസോ എന്തെങ്കിലും മാർക്കറ്റിലെ ഇൻഫ്രാസ്ട്രക്ചറോ അത് വരുത്തണമെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളും LGയിൽ തമ്മിലുള്ള വഴക്കിന്റെ ഇടയിൽ അതൊന്നും നടക്കത്തില്ല, നമ്മൾക്ക് BJPയുടെ കൂടെ പോയാൽ മാത്രമേ, അതവർ കൺവിൻസ്ഡ് ആണ്. അതേ സമയത്ത് ഈ ചേരിൽ താമസിക്കുന്ന മൈഗ്രന്റ് ലേബറേഴ്സ്, ഈ റൂറൽ പോപ്പുലേഷൻ, അവര് കൺവിൻസ് ആണ്. അത് മാത്രമല്ല, ഒരു ടിപ്പിക്കൽ ഒരു സൈക്കോളജി ഞാൻ പലരുടെ ഇടയിൽ കണ്ടതെന്ന് പറഞ്ഞാല് അവര് അരവിന്ദ് കെജ്രിവാളിനെ ഒരു വിക്ടിമായിട്ടാണ് കാണുന്നത്. അവര് കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരാളെ ജയിലിൽ പറഞ്ഞു വിട്ടു, എന്നിട്ട് സത്യം പറയുന്ന ഒരാളെ ഇത്രയും ഗവൺമെന്റ് ഇത്രയും പരേശാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു വിക്ടിമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നു. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ഈ ക്യാമ്പയിൻ മൊത്തം ഒരു വിക്ടിമായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയി ചോദിക്കുവാണ് ചായ ഉണ്ടോ കുടിക്കാൻ, എനിക്ക് ചായ തരാമോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ക്യാമ്പയിൻ. അപ്പം ഒരു അൺകൺവെൻഷണൽ ക്യാമ്പയിൻ മോഡാണ്. അപ്പം അത് എങ്ങനെ BJPയുടെ ഈ മൈക്രോ മാനേജ്മെന്റിനെ എതിർക്കാം ആം ആദ്മി പാർട്ടിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കിത് നോക്കാം. റിസൾട്ട് നമുക്ക് ക്ലിയർ ആക്കാം. റൈറ്റ്. വെങ്കടേഷ് രാമകൃഷ്ണൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റൈൽ ഓഫ് ക്യാമ്പയിനിങ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടതാണ്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഞാൻ ഭരണകൂടത്തിൻ്റെ ഇരയായിരുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഫലം കണ്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിനൊരു വെയിറ്റേജ് കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് അവിടെയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകളെ മത്സരിപ്പിക്കാൻ എടുക്കുന്നു, BJPയിൽ നിന്ന് ആളുകളെ മത്സരിപ്പിക്കാൻ എടുക്കുന്നു, AP-യിൽ നിന്ന് ഇപ്പോൾ 8 MLA-മാർ രാജിവെച്ച് BJPയിൽ ചേരാൻ പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവിൽ ഈ 10-12 കൊല്ലം മുമ്പ് ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തിന് മുഴുവൻ ബദലാണ് എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് വന്ന AAP ഇത് മറ്റു പാർട്ടികളെ പോലെയാണ് എന്നുള്ളൊരു ഫീല് ആളുകൾക്കിടയിൽ കൊടുക്കുന്നുണ്ടോ? അത് ഒരു നെഗറ്റീവ് സംഗതിയായിട്ട് വരുമോ? അല്ല, അതിന്റെ നെഗറ്റിവിറ്റി ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ സമയത്തുണ്ടായിരുന്ന പ്രോമിസസിന് അനുസൃതമായിട്ടുള്ള രാഷ്ട്രീയമല്ല ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഒരു പൊതുബോധ്യമുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ആം ആദ്മി പാർട്ടി ഒരു ഐഡിയലിസ്റ്റിക് പാർട്ടിയാണെന്ന് വിചാരിച്ച് ഒന്നിച്ചു വന്നിട്ടുള്ള അതിലൊരു ആകൃഷ്ടരായിട്ടുള്ള മധ്യവർഗത്തിന്റെ അടുത്താണ് ആ ഡിസൊല്യൂഷൻമെന്റ് കൂടുതലുള്ളത്. പക്ഷേ ഇതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേമ പ്രവർത്തനമാണ് ഈ പറഞ്ഞ ഏറ്റവും ഗ്രാസ് റൂട്ട്സിലുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൊഹല്ല ക്ലിനിക്കുകളിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, മൊഹല്ല ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ മൊഹല്ല ക്ലിനിക്കിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ അവർ പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഇല്ല എന്നാണ്. അതായത് അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൈസ കൊടുത്ത് നടത്തേണ്ട ചികിത്സകൾ ഒരു പൈസയുമില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ടെസ്റ്റുകൾ നടത്താൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഈ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു, തീർച്ചയായിട്ടും ഈ ആം ആദ്മി പാർട്ടി എന്തുതരം രാഷ്ട്രീയമാണോ തുടക്കത്തിൽ അവർ അതിൽ നിന്ന് വളരെയധികം പിറകോട്ട് പോയി കഴിഞ്ഞു. അത് യാതൊരു സംശയമില്ല. അത് വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയും ആയി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം കുറച്ച് ബ്യൂറോക്രാറ്റുകളും മുൻ ബ്യൂറോക്രാറ്റുകളുമായിരുന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷെ ഇൻഫോർമൽ ചർച്ച ഭയങ്കര രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ അഴിമതിയുടെ തോത് എന്താണ്. ആം ആദ്മി പാർട്ടി പിന്നെ അഴിമതിക്ക് വിരുദ്ധ സമരമായിട്ട് വന്നു, പക്ഷെ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ്. ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയായിരുന്നു ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള 5-6 ബ്യൂറോക്രാറ്റുകളുടെയും മുൻ ബ്യൂറോക്രാറ്റുകളുടെയും അഭിപ്രായം. പക്ഷെ അവരെല്ലാവരും അടിവരയിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രശസ്തമായ ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഒരു ക്ലബിലിരുന്നാണ് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പം ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ കുറച്ച് ശബ്ദമൊക്കെ ആൾക്കാരുടെ ഉയരുന്നുണ്ട്. അപ്പൊ അവരെ കൂട്ടത്തിൽ നിന്നൊരു കൺസെൻസസ് എന്താ വെച്ചാൽ, അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും 200 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും നടത്തിയിട്ടുള്ളത് 20,000 കോടിയുടെ അഴിമതിയാണ്. ആ തോതിന്റെ വ്യത്യാസമുണ്ട്. ആ തോതിന്റെ വ്യത്യാസം കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു കൺസെൻസസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പൊതുമണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ഒരു താരതമ്യമാണ് നടക്കുന്നത്. തീർച്ചയായും ഭരണം നടത്തുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി നടത്തുമ്പോൾ ഈ ബ്യൂറോക്രാറ്റുകൾക്കാണ് അറിയാം എവിടെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. അപ്പൊ ബ്യൂറോക്രാറ്റുകളുടെ ഒരു പൊതുസമ്മതി എന്താ വെച്ചാൽ, ഇന്ത്യയിലെ എല്ലാ ഭരണകൂടങ്ങളും ഏത് സർക്കാരായാലും അവർക്ക് 2 കാര്യങ്ങളിൽ പൈസ ഉണ്ടാക്കാതെ പറ്റില്ല. ഒന്ന് മദ്യനയത്തിലും ഒന്ന് ഭൂനയത്തിലും. ഭൂമി അലോക്കേറ്റ് ചെയ്യുന്നതിലും പല കാര്യങ്ങൾക്ക് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നതിലും അതുപോലെ മദ്യനയത്തിലുമാണ് ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ പൈസയുടെ തോത് പരിശോധിക്കുമ്പോൾ പോലും ആം ആദ്മി പാർട്ടി അതിലൊരു മൈനർ അഴിമതി പ്ലെയറാണ് അഴിമതിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ആ കൺസെഷൻ ജനങ്ങളും വകവെച്ച് കൊടുക്കും എന്നാണ് ഇന്നലെ ഉണ്ടായിരുന്നുള്ളൊരു ധാരണ. എന്തായാലും സന്തോഷ് പറയുന്ന പോലെ അത് നമുക്ക് 8-ാം തീയതി നമുക്ക് അറിയുള്ളൂ എന്താണ് ഇതിന്റെ ഒരു സംഭവം. പക്ഷെ ഇതാണ് ഒരു പൊതുവിലുള്ള ഒരു ഇംപ്രഷൻ ഈ ഇലക്ഷൻ പിക്ചറിന്റെ ഇടയിൽ കാണുന്നത്. സന്തോഷ്, നേരത്തെ വെങ്കടേഷ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഈ മഹാരാഷ്ട്രയെക്കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞ കാര്യം. അതായത് ഹിമാചൽ പ്രദേശിലെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണത്തോളം വോട്ടർമാരെ കഴിഞ്ഞ 5 മാസം കൊണ്ട് മഹാരാഷ്ട്രയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഉള്ളിൽ മഹാരാഷ്ട്രയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഡൽഹിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പ്ലാൻഡായിട്ട് ആളുകളെ ഒഴിവാക്കുകയോ അഡീഷണൽ ചേർക്കുകയോ ഒക്കെ ചെയ്ത കാര്യം സൂചിപ്പിക്കേണ്ട. അത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകെ തന്നെ ബാധിക്കുന്ന വിധത്തിലുണ്ടോ? ഓഫ് കോഴ്സ്
കാരണം അസംബ്ലി ഇലക്ഷനകത്ത് ഈ ഡൽഹിയില് ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ടും അസംബ്ലി ഇലക്ഷൻ റിസൾട്ടും തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നത് പറഞ്ഞാല് അരവിന്ദ് കെജ്രിവാൾ വാഷ് ഔട്ട് ചെയ്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് നടന്ന ലോക്സഭ ഇലക്ഷന് പോലും അരവിന്ദ് കെജ്രിവാളിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ കിട്ടിയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അരവിന്ദ് കെജ്രിവാളിന് എല്ലാ അസംബ്ലിയിലും ഒരു ഭൂരിപക്ഷ വോട്ടിന്റെ ഒരു കാൽക്കുലേഷനുണ്ട്. അത് അവരുടെ ലോക്കൽ ലീഡേഴ്സ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. അതേസമയത്ത് ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു കാൽക്കുലേഷൻ തെറ്റുമാറി അവർക്ക് അങ്ങനെ ഒരു മാനേജ്മെന്റ് ഇല്ലാതെ പോകും. അപ്പം ആ ഒരു മാനേജ്മെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാനാണ് BJP മൈക്രോ മാനേജ് ചെയ്തത്. കാരണം അങ്ങനെ മൈക്രോ മാനേജ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ വേണം, പൈസ വേണം, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് വേണം. ഈ 3 കാര്യവും BJPക്ക് ഡൽഹിയിലുണ്ട്. ഡൽഹിയിലുള്ള ഡൽഹി പോലീസ് എന്തോ കാര്യത്തിലായാലും കഴിഞ്ഞ കോൺഗ്രസിന്റെ ഒരു ലീഡർ ഗ്രേറ്റർ കൈലാഷിൽ കംപ്ലൈന്റ് ചെയ്യുന്നു, ബാക്കി എല്ലാവരുടെയും വണ്ടികൾ ചെക്ക് ചെയ്യുന്നു, പക്ഷെ BJPയുടെ ലീഡേഴ്സിന്റെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നില്ല, ഡൽഹി പോലീസിന്റെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നില്ല. ക്യാഷിന്റെ കാര്യം ലിക്കർ എന്തുകൊണ്ടാണ്? അപ്പോൾ അഡ്മിനിസ്ട്രേഷനും പോലീസും പൈസയും ഉള്ള ഒരു പാർട്ടിയാണ് BJP. ആ കാര്യം മനസ്സിലാക്കണം. അപ്പം ഒരു 3 ദിവസത്തെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അത്രയും വലിയ മൈക്രോ മാനേജ് ചെയ്ത ഫിനാൻസസും ആൾക്കാർ വേണം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മള് BJP മാസ് പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പാർട്ടിയാണെന്നൊക്കെ മനസ്സിലാക്കിയാലും ഈ വാർഡ് ലെവലിലുള്ള പല ലീഡേഴ്സിന് പോലും അറിയത്തില്ല അവരുടെ വാർഡിൽ എന്തൊക്കെ നടക്കുന്നത്. കാരണം എക്സ്പേർട്ട് ഏജൻസീസ് ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വാർഡിൽ ഒരു കൊടിമരം വേണമെന്ന് അവിടുത്തെ ലീഡർ പറഞ്ഞാൽ ആ കൊടിമരം വെച്ചിട്ട് ഏജൻസി അങ്ങ് പോകും, അറിയത്തില്ല ആരാ വന്ന് വെച്ചെന്ന്. അവർക്ക് ബക്കറ്റ് കളക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എക്സ്പേർട്ട് ഏജൻസീസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അരവിന്ദ് കെജ്രിവാളിനും ഇല്ല, കോൺഗ്രസിനും ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എത്ര ബാധിക്കും ഈ ഡൽഹി ഇലക്ഷനെ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബേസിക്കലി സന്തോഷ്, ഈ എക്സ്പെർട്ട് ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷനീറിങ് അല്ല പ്രചരണം മാത്രമല്ല, ഈ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റും ഇത്തരം സംഗതികളും മുഴുവൻ എക്സ്പെർട്ട് ഏജൻസീസ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എക്സ്പെർട്ട് ഏജൻസീസ്, വോളണ്ടിയേഴ്സ്, ഈ പല ഏജൻസീസ് ഉണ്ട്. അത് എങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്ന പല ആൾക്കാരുണ്ട് എല്ലാ അസംബ്ലി. അത് നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഇത് കർണാടകയിൽ നിന്ന് വന്ന RSSന്റെ കാഡർ ആണെന്ന് പറയും. അല്ലെങ്കിൽ പറയും കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ ഇഷ്ടം പോലെ കേരളത്തിൽ നിന്ന് ഡൽഹി വന്നിട്ടുണ്ട് ക്യാമ്പയിന് വേണ്ടി. അപ്പൊ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് എല്ലാ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ആരാ മാനേജ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറയും വോളണ്ടിയേഴ്സ് ആണെന്ന് പറയും, അല്ലെങ്കിൽ RSSന്റെ ആക്ടിവിസ്റ്റ് ആണെന്ന് പറയും. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ പ്രൊഫഷണൽ ഹാൻഡ്ലിംഗ് ആണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ കാഡർ വർക്ക് ചെയ്താൽ ചിലപ്പം ഒരു കാഡറിനോട് പറയും, വീട്ടിൽ പറയും, സംസാരം മനസ്സിലാവും. പക്ഷെ ഇത് അവർ കോൺഫിഡൻഷ്യൽ ആണ് എല്ലാ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇതിലൊരു കാര്യം കൂട്ടിച്ചേർത്ത് എന്താ വെച്ചാല്, അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾ ഞാനിപ്പം 1980കളുടെ മധ്യം മുതൽ ഡൽഹിയിലെ രാഷ്ട്രീയം, ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം ഞാൻ കണ്ടു. അപ്പോ ഈ രാഷ്ട്രീയത്തിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ പ്രൊഫഷണൽ ആക്കുകയാണ് പിന്നെ BJP ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എലമെന്റ്സിനെ കൊണ്ടുവരികയും അവര് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരെ, ഗ്രാസ് റൂട്ട്സ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ പുതിയ കാലത്തേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് കൊടുക്കുകയും, ഇതൊന്നും മറ്റൊരു പാർട്ടിക്കും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു 2007 ഞാൻ ആദ്യമായിട്ട് BJPയുടെ സോഷ്യൽ മീഡിയ ഫാക്ടറി, ഏതാണ്ട് 3000-ഓളം പേര് പണിയെടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി, 4 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫാക്ടറി ഗുജറാത്തിലെ ദഹോദിൽ കാണുന്നത്. അപ്പൊ സന്തോഷം പറയുന്നത് ഇത് ഓരോ ബൂത്തിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെർട്ട് കമ്മിറ്റികളാണ് വർക്ക് ചെയ്തത്. ഇത് രാഷ്ട്രീയത്തെ പ്രൊഫഷണലൈസ് ചെയ്യുക, അതിനൊരു പ്രൊഫഷണൽ മാനേജ്മെന്റ് തലത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് BJP ചെയ്തിരിക്കുന്നത്. അത് ഒരു വലിയ ഫോർമിഡബിൾ ഫോഴ്സ് തന്നെയാണ്. അപ്പം ഇന്നലെ ഈ സംസാരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന എക്സ്പെർട്ട് കമ്മിറ്റികളിൽ നമ്മുടെ പഴയ കാലത്ത് ബാലറ്റിന്റെ സമയത്ത് ബീഹാറിലൊക്കെ കാണുന്ന രീതിയിൽ ഈ ബാലറ്റ് പേപ്പറുകൾ വാരിക്കൊണ്ടുപോയി സ്വന്തം ചിഹ്നം കുത്തിവെച്ചിട്ട് ബാലറ്റ് പെട്ടികൾ നിറയ്ക്കുന്ന സമ്പ്രദായം ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞാനും സന്തോഷം, ഖത്തർ ജേർണലിസ്റ്റുകൾ. ഇപ്പം എനിക്ക് ഇന്നലെ നമ്മൾ ഈ എക്സ് ബ്യൂറോക്രാറ്റുമായിട്ട് സംഭാഷണത്തിൽ പറഞ്ഞു വെച്ചാൽ സമാനമായ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രസ്സിംഗ് നടത്താൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ടാക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഹിഡൻ ഫാക്ടേഴ്സ് ആണ് ഈ ഇലക്ഷന്റെ ഇടയിൽ.
പക്ഷേ ആ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ല ആം ആദ്മി പാർട്ടിക്കാർ. ആം ആദ്മി പാർട്ടി ഇതിന് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രതിവിധിയുമായിട്ട് മുന്നോട്ട് പോകാൻ പക്കത്തിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ഈ ഒരു ഓവറോൾ സിനോറിയയിൽ നമുക്ക് കാണാൻ പറ്റുക. അവസാനം ഞാൻ സന്തോഷോട് ഒറ്റ കാര്യത്തോട് ചോദിച്ചോട്ടെ. സന്തോഷം, ഇതൊക്കെ ഇപ്പോൾ 2020 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ ശക്തിയോടുകൂടെ BJP അവിടെ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ ശക്തിയോടുകൂടെ കേന്ദ്ര ഭരണാധികാരം ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഏജൻസി അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പേർട്ട് ഏജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം വളരെയൊന്നും കുറവില്ലാത്ത വിധത്തിൽ 2020 ഉണ്ടായിരുന്നു. പക്ഷേ 2021 62 സീറ്റിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ് 67 സീറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ അത് 62 ഇത്തവണ അത്രത്തോളം എത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇതിനെ മറികടക്കാൻ പാകത്തിലേക്ക്, അതായത് ഈ പറയുന്ന മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ്, അതിനുള്ള എക്സ്പേർട്ട് ഏജൻസികൾ, അതിനുവേണ്ടി വരുന്ന ഫണ്ട്, അതിനുവേണ്ടി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ, ഇതിനെയൊക്കെ മറികടക്കാൻ പാകത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് ശക്തി, ജനാധിപത്യപരമായ ശക്തി ഡൽഹിക്കുണ്ടോ? കാരണം ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാരുണ്ടല്ലോ ഡൽഹിയിൽ. അല്ലല്ല, ഡൽഹിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ളവർ ആർക്കും ഡൽഹിയോട് അത്ര സ്നേഹമൊന്നുമില്ല. എല്ലാവരും തിരിച്ച് സിയോൻ ദേശം, നമ്മുടെ ദേശത്ത് തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ ഡൽഹിയിൽ മറ്റൊരു ഉള്ളതെന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ ഈ ലേബറേഴ്സ്, ഈ വർക്കിംഗ് ക്ലാസ്സിന് അവർക്ക് കൂടുതൽ ഭയമില്ല. ഈ അല്ലാതെ ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ഇലക്ഷനിൽ അവർക്കൊരു കുടുംബമുണ്ട്, ഒരു 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 ചരിത്രമുണ്ട്, അപ്പൊ അവർക്ക് ഭയങ്കര ഒരു ഭയമാണ്. പക്ഷെ ഡൽഹിയിൽ ഈ മൈഗ്രന്റ് വർക്കർ ഒത്തിരി റെക്ലെസ്ലി അൺകണ്ടീഷണലി അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പ്രാവശ്യം കണ്ടത്. കാരണം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് ഡൊണേഷൻ കൊടുക്കുന്ന കമ്പനിക്ക് പോലും EDയുടെ ത്രെറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഫണ്ടിങ്ങും പൈസ കളക്ഷനും എല്ലാം ഇവർ ചെയ്യുന്നത്, എങ്ങനെങ്കിലും ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടുവന്നു. അപ്പം അൺകണ്ടീഷണലി വർക്ക് ചെയ്യുന്ന കുറെ ഭയമില്ലാത്ത വർക്കേഴ്സ് അരവിന്ദ് കെജ്രിവാളിനുണ്ടെന്നുള്ളൊരു കാര്യം സംശയം. BJPക്ക് ഒരു പ്രൊഫഷണൽ ഒരു ടച്ച് ഉണ്ട്, അത് നല്ലതുമാണ്. BJPയിലെ പല ലീഡേഴ്സ് പറഞ്ഞ നല്ല കാര്യമാണ്. കാരണം ഒരു കാലത്ത് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സമ്മതിക്കത്തില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് സമ്മതിക്കത്തില്ല. ഇപ്പം ഡൽഹി ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റിനോ എന്തെങ്കിലും പോലെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് ഞങ്ങൾക്ക് ഇലക്ഷന് നിൽക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ കയ്യിൽ ഈ തീരുമാനമൊന്നും ഇല്ല. അവർ പറയുന്നത് ഡൽഹിയിൽ നിന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസിയാണ് ഡിസൈഡ് ചെയ്തത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം BJP പ്രസ്ഥാനത്തിന് മാത്രമല്ല, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണലി ഇന്ത്യയുടെ പല പ്രസ്ഥാനങ്ങളുടെ ഇലക്റ്റഡ് റിപ്രസെന്റേറ്റീവിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിപ്രസെന്റേറ്റീവിന്റെ പ്രാധാന്യം കുറച്ച് ബ്യൂറോക്രാറ്റ്സിന്റെയും പ്രൊഫഷണൽ ഏജൻസീസിന്റെയും പ്രാധാന്യവും ഇമ്പോർട്ടൻസും അവർ ഓവർ പവർ ചെയ്തിട്ടാണ് ഈ പൊളിറ്റിക്കൽ റിപ്രസെന്റേറ്റീവ്സിന്റെ മേളിൽ വർക്ക് ചെയ്യുന്നത്. ആ കാര്യത്തിന് സംശയമില്ല. അതൊരു ശീലം ഇപ്പോൾ ആയിപ്പോയി. കഴിഞ്ഞ 10 വർഷം മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഡൽഹിയിലെ ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പുള്ളി ചെന്ന് പ്രസിഡന്റിനോട് കാര്യം പറയും. രാജ്നാഥ് സിംഗിന്റെ വീട്ടിൽ പോയി 10 മണിക്കൂർ അവിടെ ധർണ നടത്തും. അതൊന്നും ഇപ്പൊ നടത്താൻ പറ്റത്തില്ല. നഡ്ഡ BJP പ്രസിഡന്റ് ആണെന്ന് നമ്മളൊക്കെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ BJPക്കാർ അറിയുന്നത്. അല്ലെങ്കിൽ നഡ്ഡാജി തീരുമാനങ്ങൾ പല എടുക്കുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഇപ്പോൾ വന്ന് അതൊരു നാച്ചുറൽ കോഴ്സായി. അപ്പൊ അതിനെപ്പറ്റി ആൾക്കാർക്ക് കൂടുതൽ അതിശയമില്ല. ഇപ്പം ഒരു BJPയിലെ ഒരു ട്രാൻസ് യമുനയുടെ ഒരു കാൻഡിഡേറ്റിനെ ആ ട്രാൻസ് യമുന യൂണിറ്റിന്റെ ആർക്കും അറിഞ്ഞുകൂടാ ഈ കാൻഡിഡേറ്റിനെ എങ്ങനെ ഡിസൈഡ് ചെയ്തതെന്ന്. കാരണം അവരൊന്നും പരാമർശിച്ച കാൻഡിഡേറ്റ് അല്ല. അപ്പൊ എങ്ങനെ ആ കാൻഡിഡേറ്റ് വന്നു? അത് പ്രൊഫഷണൽ ഏജൻസീസ് ഹയർ ചെയ്തു. അവർ പറഞ്ഞു ഈ കാൻഡിഡേറ്റ് ആയിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പ് പറഞ്ഞു, അതുകൊണ്ട് ആ കാൻഡിഡേറ്റ് അവിടെ വന്നു. അപ്പം അങ്ങനെ അതൊരു സ്ട്രെങ്തുമാണ് BJPക്ക്. പക്ഷെ എല്ലാവരും പ്രൊഫസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി സഖ്യം, അമിത്ഷാ നരേന്ദ്രമോദി സഖ്യം പോയി കഴിഞ്ഞാൽ BJPയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്, ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആ പാടെ പ്രശ്നത്തിലാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഓർഗനൈസേഷണൽ സെറ്റപ്പിനെ ഓവർകം ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്.
ഞാൻ അവസാനം വെങ്കടേഷ് രാമകൃഷ്ണൻ ഒറ്റ ചോദ്യം, 62, 67, 62 ആ ഒരു ലെവൽ എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇക്കുറി ഉണ്ടാവില്ല, അത് ഉറപ്പിക്കാം. നിസ്സംശയം ഉറപ്പിക്കാം. റൈറ്റ്. ഏതായാലും പക്ഷേ ആം ആദ്മി പാർട്ടി ബെറ്റിംഗ് ഏജൻസികൾ പറയുന്ന പോലെ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുണ്ട്. അത് സത്യത്തിൽ ആ സാധ്യത സത്യത്തിൽ ഈ ബഡ്ജറ്റും അതുപോലെ തന്നെ ഈ വെയ്റ്റ് റിവിഷന്റെ കാര്യത്തിലും എടുത്തിട്ടുള്ള നീക്കങ്ങൾ അത് രണ്ടും നല്ല സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അത് എത്രമാത്രം ഈ തോതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്, അവരുടെ സപ്പോർട്ട് ബേസ് പഴയതുപോലെ സ്ട്രോങ് അല്ല എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. BJP-യുടെ ശക്തി വളരുന്നുണ്ട് എന്നുള്ളതും പൊതുവിൽ അംഗീകരിക്കേണ്ട സംഭവമാണ്. പക്ഷെ കേജ്രിവാൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയെ മറികടക്കാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റി മറുവശത്തില്ല എന്നുള്ളതും വ്യാപകമായി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട സാധനമാണ്. അപ്പൊ ഇതിൻ്റെ ഒരു മൊത്തം കണക്ക് വെച്ചിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP ഗെയിൻസ് ഉണ്ടാക്കും, പക്ഷെ ആം ആദ്മി പാർട്ടി വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നെറേറ്റീവ് മാറ്റാൻ ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷ് പറയുന്നത് പോലെ നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കേ വഴിയുള്ളൂ. അല്ലെങ്കിൽ 5-ാം തീയതി വോട്ടിംഗ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റിയേക്കും. എൻ്റെ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് ട്രെൻഡ് കണ്ടു ഉച്ചയ്ക്ക് 1 മണിക്ക് 65+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഫോളജിസ്റ്റ് എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഫീൽഡിലുണ്ട്. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കൂടെ നോക്കണം എനിക്ക്. അപ്പം എന്തായാലും നമുക്ക് 5-ാം തീയതിക്ക് മുമ്പേ നമുക്ക് എന്തായാലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ഷനാണ്, പക്ഷേ അഡ്വാൻറ്റേജ് ആപ്പ് എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ നെറേറ്റീവ്. ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രാജീവിനോ ബിജെപിക്ക് ഇപ്പം ഡൽഹി ഇലക്ഷനിൽ ആരെയും ഭയമില്ല. BJP-ക്ക് അമിത വിശ്വാസമാണ് ഓർഗനൈസേഷന്റെ മേളിലും അവരുടെ ധനബലത്തിന് മേളിലും എല്ലാത്തിനും മേലും. അവർക്ക് ഏറ്റവും കൂടുതൽ ഭയം അവരുടെ വോട്ടർ മേളിലാണ്. അവർ പറയുന്ന ഒരു BJP ലീഡർ എന്നോട് മെനങ്ങാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭയം ഞങ്ങളുടെ വോട്ട് ബേസ് ആണ്. കാരണം ഞങ്ങളുടെ വോട്ട് ബേസ് മിഡിൽ ക്ലാസ്, ഒരു ദിവസം അവധി കിട്ടിയാൽ ജിം കോർബറ്റ് ഷിംല കറങ്ങാൻ പോകും. അതേസമയത്ത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വോട്ട് ബേസ് അവർക്ക് അവധി കിട്ടിയാൽ ഒരിടത്ത് കറങ്ങാൻ ഡൽഹി വിട്ട് പോകാനുള്ള പൈസ ഇല്ല, അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അവർ ഇലക്ഷനിൽ അന്നും കാണും. അത് മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വോട്ടർ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭയമില്ലാത്ത ഒരു സപ്പോർട്ട് ബേസ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കണ്ടത് റിക്ഷക്കാര് ഈ EVM സൂക്ഷിച്ചു വെക്കുന്ന സ്കൂളുകളുടെ മുമ്പിൽ റിക്ഷക്കാർ 24 മണിക്കൂർ സർവൈലൻസ് നടത്തുന്നു. കാരണം എന്തുവാ, രാത്രി എന്തും പ്രശ്നം ഉണ്ടാക്കും അമിത്ഷായുടെ BJP-ക്കാരെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ റിക്ഷക്കാർ അവിടെ കിടപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് ബേസ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹോപ്പും എന്നുള്ളൊരു കാര്യം സംശയമില്ല. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 2 തവണ കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോഴും അല്ലെങ്കിൽ 3 തവണ അധികാരം കിട്ടിയപ്പോഴും 7 സീറ്റും ഡൽഹിയിൽ ജയിച്ചിട്ടും BJP-ക്ക് ഡൽഹി ഭരണം തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ കേജ്രിവാളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ BJP അവരുടെ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബജറ്റിലെ പ്രഖ്യാപനം പോലും ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് നമുക്ക് കാണാം. ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞ മഹാരാഷ്ട്ര മോഡൽ ഡൽഹിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു. എന്തായിരിക്കും, അതോ ഇതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ കേജ്രിവാളിൻ്റെ പ്രതിച്ഛായ ഇത്തവണയും ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കേജ്രിവാളിൻ്റെ തന്ത്രങ്ങൾ ഇത്തവണയും ആം ആദ്മി പാർട്ടിയെ സഹായിക്കുമോ എന്നതും കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി രണ്ടുപേർക്കും ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. നമുക്ക് ഡൽഹി ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം ഒരിക്കൽ കൂടി ഇരിക്കാം. താങ്ക് യു വെരി മച്ച്.